ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയാം, എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ചോദ്യങ്ങളായിരുന്നു, എന്നാൽ ലളിതമായ ചോദ്യങ്ങളും അതിലുണ്ടായിരുന്നു എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ചോദ്യങ്ങളും വായിച്ച് എല്ലാത്തിനും ഉത്തരം ചെയ്യുവാനുള്ള മതിയായ സമയം ലഭിച്ചില്ല എന്ന് പൊതുവെ ഉദ്യോഗാർത്ഥികളിൽ നിന്നൊരു അഭിപ്രായമുണ്ട്. അതൊരു സത്യസന്ധമായ അഭിപ്രായം തന്നെയാണ്. പിന്നീട് അഗ്രികൾച്ചർ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന ചോദ്യങ്ങൾ നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യനുകൾ തന്നെയായിരുന്നു. അതായത് ഒരു UG ലെവൽ അല്ലെങ്കിൽ ഒരു ബാച്ചലർ ഡിഗ്രി ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷന് വന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഒരു PGക്ക് മുകളിലുള്ള നിലവാരം പുലർത്തിയിരുന്നു എന്നത് ഒരു സത്യസന്ധമായ ഒരു അസസ്മെന്റ് തന്നെയാണ്. ഈ ഒരു ഡിഫിക്കൽട്ടി ലെവല് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഈ എക്സാം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലുള്ള വിദ്യാർത്ഥികൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. അതായത് നല്ല ഡിഫിക്കൽട്ടി ലെവല് നന്നായി ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അഗ്രികൾച്ചറിൽ ഈ ഒരു എക്സാമിനേഷൻ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കട്ട് ഓഫ് മാർക്കിൽ ഒരു കുറവുണ്ടാകും എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിച്ചിട്ട് പോയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്ന സ്കോർ കിട്ടും. അതിന് മതിയായിട്ടുള്ള ഒരു ലെവലും ഉണ്ടാവും. അതായത് സാധാരണ പരീക്ഷകളിലൊക്കെ വരുന്നത് പോലെ ഒരു 100-നോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ 80-ന് മുകളിലേക്ക് പോകുന്ന കട്ട് ഓഫ് ഒന്നും ഉണ്ടാകില്ല എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കുവാൻ. ഇവിടെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ ഈ ഒരു നിലവാരമുള്ള പരീക്ഷ എഴുതിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷമം, അതായത് നിങ്ങളുടെ പരീക്ഷയുടെ പെർഫോമൻസ് മോശമായി, നിങ്ങളുടെ എഴുത്ത് മോശമായി എന്നൊക്കെ ഒരു ചിന്തകൾ ഉണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുക. ഇനിയും നമുക്ക് എന്താണ് അടുത്തത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും അത്യാവശ്യം പഠിച്ച് കൃത്യമായി പോയി എഴുതിയ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനുള്ള അവസരം ഈ ഒരു പരീക്ഷയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പരീക്ഷ വളരെ ലളിതമായിരുന്നു എന്നിരിക്കട്ടെ. വളരെ ലളിതമായിരുന്നുവെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫിനും വളരെ മുകളിലായിരിക്കും ഇതിന്റെ സ്കോർ വരുന്നത്. പഠിച്ചിട്ട് പോയ വിദ്യാർത്ഥികൾക്ക് പോലും നമുക്ക് കൃത്യമായൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റാതെ നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിന് പുറത്തേക്ക് കട്ട് ഓഫ് ഉയരുകയും ചിലപ്പോൾ നിർഭാഗ്യം കൊണ്ട് പോലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ അടുത്തെത്താതെ അല്ലെങ്കിൽ കട്ട് ഓഫിന് ജസ്റ്റ് താഴെ വന്ന് പുറത്തു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ PSCയുടെ പല എക്സാമുകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആത്യന്തികമായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ പുറത്താക്കുക എന്നുള്ളതാണ്. ഈ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷകൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടുമ്പോൾ പഠിച്ചിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ കാലത്തും എന്താണ് സാധ്യത കൂടും എന്നുള്ളതൊരു പൊതുവായ ഒരു തത്വമാണ്. കാരണം ഇതിനെന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പഠിച്ചിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശരിയായ ഉത്തരങ്ങൾ മാത്രമായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും അവരുടെ സാധ്യത ഉയർത്തും. അതുകൊണ്ട് തന്നെ 100% വിശ്വസിക്കുക, നിങ്ങൾക്ക് സാധ്യത അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല എന്നുള്ള ഒരു പോസിറ്റീവ് സെൻസിൽ തന്നെ ഈ പരീക്ഷ എടുക്കുക. ഇനിയും എന്തിനാണ് നമ്മൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കട്ട് ഓഫ് എന്താകും എന്ന് അറിയേണ്ടത് ഒരു അനിവാര്യതയാണ്. അപ്പൊ നമുക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങളുടെ തന്നെ ഫീഡ്ബാക്ക് കിട്ടണം. നമുക്കറിയാം, ഇനി പ്രൊഫഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ആൻസർ കീയും അനാലിസിസ് ചെയ്തിട്ടേ നമുക്ക് നമ്മുടെ സ്കോർ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ക്വസ്റ്റ്യന്റെ നിലവാരം ഉയർന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എടുക്കുന്ന ആൻസറിന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസങ്ങൾ വരാറുണ്ട്. UPSC എക്സാമിനേഷൻ പോലും ഇത് കണ്ടുവരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ഏകദേശ കട്ട് ഓഫ് നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാർക്ക്, അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്കൊരു മാസീവായിട്ടുള്ള ഒരു സാമ്പിളിംഗ് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കൃത്യതയുള്ള ഒരു കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു കട്ട് ഓഫ് ഫൈൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏണസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കുട്ടികൾക്ക് ഈ പരീക്ഷ ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും പഠിച്ച ഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല, സിലബസിനകത്ത് നിന്ന് വന്ന കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി അസസ് ചെയ്യുവാനും കൃത്യമായി അനലിറ്റിക്കലി ആൻസർ ചെയ്യാനും പറ്റി എന്നുള്ളതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനുകളൊക്കെ അവർക്ക് കൃത്യമായി യൂട്ടിലൈസ്ഡ് ആയി എന്ന് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഏറെ സന്തോഷം നൽകും. നമ്മുടെ ഈ ഒരു ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാ കുട്ടികളിൽ നിന്നും നല്ല ഫീഡ്ബാക്ക് കിട്ടി എന്നുള്ളത്
എന്നുള്ളത് ഞങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുവാനുള്ള പരീക്ഷകളും ഇനി എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, ഇക്കഴിഞ്ഞ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ആൻസർ കീ അനാലിസിസ് നമ്മൾ ഉടൻ തന്നെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മാത്രമല്ല, ഈ മേഖലയിൽ അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും കോഴ്സുമായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള സഹകരണം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും വിജയം കരസ്ഥമാക്കാനും കഴിയുമെന്ന് കരുതുന്നു. ഇനിയുള്ള പരീക്ഷകളെ അനായാസം കീഴടക്കി വിജയിച്ച് മുന്നേറാനും നമുക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.